തന്നെ വിവാഹം കഴിക്കാനെത്തിയ 71-കാരിയെ 75 വയസ്സുള്ള UK പൗരൻ കൊട്ടേഷൻ നൽകി കൊന്നു. അമേരിക്കയിൽ നിന്ന് പഞ്ചാബിലെത്തിയ ഇന്ത്യൻ വംശജ രൂപീന്ദർ കൗറാണ് കൊല്ലപ്പെട്ടത്. ജൂലൈ മാസം നടന്ന അരും കൊലയുടെ ചുരുളഴിഞ്ഞതെങ്ങനെയെന്ന് നോക്കാം. പഞ്ചാബിലെ ലുധിയാന സ്വദേശിയും UK പൗരനുമായ ചരൺജിത് സിംഗ് ഗ്രവാളിന്റെ ക്ഷണപ്രകാരമാണ് രൂപീന്ദർ കൗർ US-ൽ നിന്ന് പഞ്ചാബിലെത്തിയത്. UK-ൽ താമസിച്ചിരുന്ന ചരൺജിത്ത് വിവാഹമോചിതയായ രൂപീന്ദർ കൗറുമായി അടുപ്പത്തിലായിരുന്നു. ചരൺജിത്ത് ഗ്രവാളിനെ വിവാഹം കഴിക്കാനാണ് രൂപീന്ദർ ജൂലൈ മാസം ഇന്ത്യയിലെത്തിയത്. എന്നാൽ പിന്നീട് രൂപീന്ദർ കൗറിനെ ആരും കണ്ടില്ല. രൂപീന്ദറിനെ വിളിച്ചിട്ട് കിട്ടാതായതോടെ കുടുംബത്തിന് തോന്നിയ സംശയമാണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. ഫോണിൽ രൂപീന്ദറിനെ കിട്ടുന്നില്ലെന്ന വിവരം കുടുംബം ഡൽഹിയിലെ US എംബസിയെ അറിയിച്ചു. തുടർന്ന് ലുധിയാന പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലാണ് നടുക്കുന്ന കൊട്ടേഷൻ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറം ലോകത്തെത്തിയത്. ਸੁਰਜੀਤ ਨੂੰ ਕਿਹਾ ਕਿ ਜੇ ਤੂੰ ਇਹਨੂੰ ਖਤਮ ਕਰਦੇ ਇੱਥੇ ਨਹੀਂ ਤਾਂ ਸਾਨੂੰ ਖਰਾਬ ਕਰੂਗੀ ਆਪਾਂ ਨੂੰ ਤੁਸੀਂ ਇਹਨੂੰ ਖਤਮ ਕਰਦੇ ਇਹਨੂੰ ਤੇ ਮੈਂ ਤੈਨੂੰ 50 ਲੱਖ ਰੁਪਇਆ ਦੇਵਾਂਗਾ ਤੇ ਤੈਨੂੰ ਨਾਲੇ ਬਾਹਰ ਬੁਲਾ ਲਾਂਗੇ. വിവാഹം കഴിക്കാനെന്ന വ്യാജേന രൂപീന്ദറിനെ നാട്ടിലെത്തിച്ച ഗ്രവാൾ തന്നെയാണ് കൊട്ടേഷൻ നൽകി കൊലപാതകം നടപ്പിലാക്കിയത്. സുഖ്ജീത് സിംഗ് സോനു എന്നയാൾക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്താണ് കൃത്യം നടത്തിയെടുത്തത്. കൊന്ന ശേഷം മൃതദേഹങ്ങൾ കത്തിച്ചതായും അവശിഷ്ടങ്ങൾ കനാലിൽ ഒഴുക്കിയതായും സുഖ്ജീത് പോലീസിന് മൊഴി നൽകി. ഒളിവിൽ പോയ ഗ്രവാളിനെ പോലീസ് കൊലക്കേസിൽ പ്രതി ചേർത്തു. ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് രൂപീന്ദർ ഗ്രവാളിന് വലിയ തുക കൈമാറിയിരുന്നു. സാമ്പത്തിക ഇടപാടുകളാകാം കൊലപാതക കാരണമെന്ന് പോലീസ് കരുതുന്നു. രൂപീന്ദറിന് മൃതദേഹാവശിഷ്ടങ്ങളും മൊബൈൽ ഫോണും ഓടയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.